നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓമപ്പൊടിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് നമ്മളെല്ലാവരും കഴിക്കാറുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പേര് ഓമപ്പൊടി എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. തമിഴിൽ ഓമം എന്ന് പറയുന്നത് അജ്വൈൻ ആണ്, അതായത് നമ്മുടെ അയമോദകം. അപ്പോൾ അയമോദകം നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ അയമോദകം ചേർത്തിട്ടുള്ള വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് ഓമപ്പൊടി എന്നുള്ളൊരു പേര് വന്നത്. അപ്പോൾ അയമോദകത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ചേർക്കാം വെള്ളത്തിൽ. ഞാൻ 1 ടീസ്പൂണാണ് ഈ റെസിപ്പിയിൽ കാണിച്ചിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഓമത്തിൻ്റെ വെള്ളമാണ്, അതായത് അയമോദകത്തിൻ്റെ വെള്ളം. അതിനായിട്ട് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വെക്കുക. ഇപ്പം ഞാൻ കുറച്ച് നേരമായി വെള്ളം ഒഴിച്ച് വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. ഇതിൻ്റെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ ആ വെള്ളമാണ് ആവശ്യമുള്ളൂ. നമുക്ക് ഈ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഇതിലാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് കടലമാവാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിൽ 2 ഗ്ലാസ് കടലമാവ് എടുക്കാം. അപ്പോൾ 2 കപ്പ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് കടലമാവിലേക്ക് വേണ്ടത് 3/4 കപ്പ് അരിപ്പൊടിയാണ്, ചേർത്ത് കൊടുക്കാം. അവിടെ എല്ലാവരും ചോദിക്കാറുണ്ട് വറുത്ത അരിപ്പൊടിയാണ് ഈ ചേർക്കണേന്ന്. വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി തന്നെയാണ് നമ്മൾ എല്ലാത്തിലും ചേർത്ത് കൊടുക്കുക, അതുപോലെയുള്ള സ്നാക്സിൽ. ഇനി വേണ്ടത് കായാണ്. 2 നുള്ള് കായം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കളർ വേണ്ടാത്തവർക്ക് മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം. ഇനി മുളക് പൊടി വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ആയാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും തരം ഓയിൽ ചേർത്താലും മതി. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാനായിട്ടാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓമത്തിൻ്റെ വെള്ളം, അയമോദകത്തിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ 1 കപ്പ് എടുത്തു വെച്ചിരുന്നു. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അയമോദകം അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ സ്റ്റക്കായിട്ട് പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമാക്കിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം ടൈറ്റും അല്ല, എന്നാൽ അധികം ലൂസും അല്ല. അങ്ങനെ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ എനിക്ക് ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യം വന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്. ഇത് നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മുടെ കൈമയ്ക്ക് ചൂട് തട്ടും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് പിഴിഞ്ഞു കൊടുക്കുക. അങ്ങനെ ചുറ്റിച്ചിട്ട് പിഴിഞ്ഞു കൊടുക്കുക നന്നായിട്ട്. നന്നായിട്ട് ആയി വരുമ്പോൾ ആ പതപതമായി മാറിക്കോളും. ഞാനിപ്പോൾ എള്ളെണ്ണ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വരണേ. ചെറുതായിട്ടൊന്ന് ആയി തുടങ്ങുമ്പോൾ, ഈ ബബിൾസൊക്കെ ഒന്ന് അടങ്ങി വരുന്ന തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ട് പൊട്ടി വരണം. കറിവേപ്പില നന്നായിട്ട് ആവുമ്പോൾ, നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഇതും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ
ഓമപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് പൊടിച്ച് എടുത്ത് വയ്ക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. കുറച്ച് നാൾ കേടാവാതെ ഇരുന്നോളും. അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.